ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മുംബൈ കുട്ടികൾസ്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. എൻ്റെ മമ്മിയും പപ്പടിയും ആനിവേഴ്സറിയാണ്. സോ അതിൻ്റെ അനുബന്ധിച്ചിട്ട് ഞങ്ങളിപ്പോൾ അമ്പലത്തേക്ക് പോവാണ്. സോ എന്തൊക്കെ ആവും, എന്തൊക്കെ ഞങ്ങൾ ആനിവേഴ്സറി എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ കാണാം. അപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടോ ഞാൻ കാണിച്ചു തരാം എന്താണ് അമ്പലം എന്നൊക്കെ. സോ ഞാൻ അമ്പലത്തൊക്കെ പോയി വന്നു കേട്ടോ. ഈ ടെമ്പിളുടെ പേരെന്താ അറിയോ? ശ്രീ പൊന്നു ഗുരുവായൂരപ്പൻ ടെമ്പിൾ. സോ ഇതിൻ്റെ ട്രസ്റ്റൊക്കെ നടക്കണത് ഇങ്ങനെയൊക്കെ നടക്കണത് നമ്മൾ ഗുരുവായൂരില്ലേ കേരളത്തിൽ, അവർ തന്നെയാണ് കേട്ടോ നടത്തണത്. സോ ഇതിങ്ങനെ ഒരു പൊന്നു ഗുരുവായൂരൻ തന്നെയാണ് ഇതിനെ പറയുക. സോ ഇത് ഡോംബിലിയിലാണ് കേട്ടോ. നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുരുവായൂർ പോകാൻ പറ്റണില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാരണം നിങ്ങൾ ഇവിടേക്ക് വരാം. സെയിം അങ്ങനെ തന്നെയാണ് കേട്ടോ. സോ അത്ര തന്നെ നീ കാണിക്കാൻ ഞാൻ എവിടേക്കൊക്കെ പോകണമെന്നൊക്കെ. ഗൈസ് ഞങ്ങളിപ്പോൾ ഷോപ്പിംഗ് ചെയ്തിട്ട് വന്നു കേട്ടോ. സാരി 2 ഞങ്ങളിൽ എൻ്റെ മമ്മിയും പപ്പടിയും ആനിവേഴ്സറി ദിവസം ഞങ്ങൾ കൃഷ്ണൻ്റെ അമ്പലത്തും പോവും. പിന്നെ ഞങ്ങളുടെ ഇവിടെ 2 ദേവിമാരുടെ അമ്പലമുണ്ട്. സോ അവിടെയും പോവും. ഞങ്ങൾ അടുത്ത ഒരു അമ്പലം ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഓരോന്ന് ഞങ്ങൾ പണ്ട് തൊട്ടിട്ടേ പോവും. സോ ആ 2 അമ്പലത്തിലുള്ള ദേവിക്കും ഞങ്ങൾ സാരി മേടിക്കും. ഒരാൾക്ക് നവാരിയും ഒരാൾക്ക് സാരിയും. സോ അത് മേടിക്കാനായിട്ടോ ഞങ്ങൾ പോയത്. സോ ഇനി ഞങ്ങൾ അവിടേക്കും പോവും, കാണിക്കാം. നല്ല വേല പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ തലയിലൊക്കെ ഇട്ടിരിക്കുന്നത്. സോ ഇതാണ് കേട്ടോ അമ്പലം. നമ്മൾക്കിങ്ങനെ കുന്ന് കയറി വരണ മാതിരി കയറിയിട്ടാണ് കേട്ടോ വരേണ്ടത്. സോ നല്ല അമ്പലമാണ്, ദേവിയുടെ അമ്പലമാണ് കേട്ടോ. കണ്ടില്ലേ, ഞങ്ങൾ ഇതൊക്കെ കയറിയിട്ടാണ് കേട്ടോ വന്നത്. സോ ഞാൻ പിന്നെ ഇറങ്ങിപ്പോവാൻ അമ്പലത്തൊക്കെ പോയി വന്നു കേട്ടോ. ഇനി ഒരു അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു, അത് അടിച്ചു. അപ്പം ഞങ്ങൾ അവിടെ പോയില്ല. ഇനി വീട്ടിലേക്ക് പോവാണ്. പിന്നെ വൈകുന്നേരത്ത് കാണാം. ആനിവേഴ്സറി ടു യു, ഹാപ്പി ആനിവേഴ്സറി ടു യു, മേ ഗോഡ് ബ്ലെസ് യു ഡിയർ, മേ ഗോഡ് ബ്ലെസ് യു. ഞാൻ കൊണ്ടാക്കണ്ടേ? അതന്നെ ഫോട്ടോ എടുക്കപ്പോ അവരുടെ ഫോട്ടോ എടുക്കണേ. ഹായ്. സോ ഞങ്ങൾ എപ്പോഴും പുറത്താണ് പോകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് വയ്യാണ്ടായതുകൊണ്ട് എല്ലാവരും ടയേർഡായി. രാവിലത്തെ കുറച്ച് ഓട്ടപ്പാച്ചിൽ അതൊക്കെ കാരണം ഇപ്പോൾ നമ്മളെല്ലാം ഹോട്ടലിൽ നിന്ന് എത്തിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. അതായിരുന്നു ഒരു സ്പെഷ്യൽ നമ്മൾ ഈ പ്രാവശ്യം ചെയ്തത്. അങ്ങനെയായിരുന്നു ഈ പ്രാവശ്യത്തെ ആനുവൽ സെലിബ്രേഷൻ. സോ ഞങ്ങൾ എന്തൊക്കെയാ കഴിക്കാൻ പോണേന്നൊക്കെ ഞങ്ങൾ കാണിക്കാം. പിന്നെ നിങ്ങളുടെയൊക്കെ ആനിവേഴ്സറി സെലിബ്രേഷൻ, ബർത്ത്ഡേ സെലിബ്രേഷൻസ് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൗഡ് വൺസിനൊക്കെ സർപ്രൈസസ് കൊടുക്കുക, ഞങ്ങൾക്കും ഐഡിയ തരും. ഞങ്ങളും നെക്സ്റ്റ് ടൈം അതൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്കും ഇൻസ്പയറിങ്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്യൂ. ഞങ്ങൾക്ക് കൂടെ ഷെയറും ചെയ്യൂ. എന്തൊക്കെയാണ് സെലിബ്രേഷൻസ് നിങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ ലൗഡ് വൺസിന് വേണ്ടിയിട്ട്. നമുക്ക് കാണാം ഞങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഓർഡർ ചെയ്തത്. ഞങ്ങൾ പറഞ്ഞു തരാം. ചിക്കൻ തന്തൂരി, ചിക്കൻ ഹാൻഡി, ചപ്പാത്തി, അത് അവർ തന്ന ഒരു ക്യാബേജ് സലാഡ്, ഓണിയൻ ആൻഡ് ലെമൺ, ചിക്കൻ ടിക്ക ഷോലെ, പിന്നെ ട്രിപ്പിൾ ഷെസ്വാൻ റൈസ് അതിൻ്റെ കൂടെ കിട്ടിയ ഇത്. ഓക്കെ, ഇതൊക്കെയാണ് ഞങ്ങൾ എവിടുന്നാ മേടിച്ച്? കൂബ റെസ്റ്റോറൻറ്റ്. ഓക്കെ. സോ ഗൈസ്, ഡെസേർട്ടിൽ ഐസ്ക്രീം ആണ് കേട്ടോ. ഇത് രാജ്ഭോഗാണ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. സോ ഹായ് ഗൈസ്, ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഡിന്നറും കഴിച്ച് കഴിഞ്ഞു, ഡെസേർട്ടും ഞാൻ കഴിച്ചു. അവൾ കഴിച്ചില്ല കേട്ടോ, അവൾക്ക് വേണ്ട പറഞ്ഞിട്ട്. സോ ഞങ്ങളിങ്ങനെ വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ തന്നെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാം. മമ്മിയും പപ്പടിയും മിഷടി ഏട്ടൻ്റെയും ഇങ്ങനെ തന്നെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. സോ ഇങ്ങനെ അമ്പലത്തിൽ പോവും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാൻ പോകും. ഞങ്ങൾ ഓൾവേസ് പുറത്താണ് പോവുക. സോ ഇന്ന് ഡിഫറെൻ്റ് ആയി ചെയ്തു. ഇന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും ടയേർഡായി, കുറച്ച് വർക്കൊക്കെ ഉള്ളത് കാരണം. അപ്പോൾ വർക്ക് ഉള്ളത് കാരണം തന്നെ ഞാനും പ്രണേറ്റിനും ഒന്നും അമ്പലത്തിൽ പോകാനോ അങ്ങനെയൊന്നും പറ്റില്ല. വീക്ക് ഡേയിലല്ലേ വന്നത്. അപ്പോൾ അത് കാരണം
അപ്പോൾ പിന്നെ ഞങ്ങൾ ശരി രാത്രി പിന്നെ ടയർഡൊക്കെ ഈ വർക്ക് കഴിയുമ്പോഴേക്കും അപ്പോൾ ശരി നമ്മൾ ഓർഡർ ചെയ്തു. എല്ലാവരുടെയും ഒരാളുടെ ഡിസ്കഷന് ശേഷം നമ്മൾ അങ്ങനെ തീരുമാനമെടുത്തു. ശരി, ഞങ്ങളുടെ സെലിബ്രേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ഉറപ്പായിട്ടും ചെയ്യുക. ഓക്കെ, നിങ്ങൾ എങ്ങനെ സർപ്രൈസസ് കൊടുക്കുക, നിങ്ങളുടെ ലവ്സിന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഷെയർ ചെയ്യൂ. ഞങ്ങൾക്ക് പുതിയ ഐഡിയാസും തരൂ. ഇനി എത്ര സ്പെഷ്യൽ ചെയ്യാൻ പറ്റും ഞങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ടുള്ള ആനിവേഴ്സറീസ്. So that's it. Don't forget to like, share, subscribe, comment. That's it. Mumbai Kuttigal signing off.